ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 42. ജോണും ജെയിംസും പത്രോസിനോട് മിശിഹായെ പറ്റി പറയുന്നു. ഗലീലി തടാകത്തിൻ്റെ മുകളിൽ മനോഹരമായ ഒരു പ്രഭാതം. ഒരു സാധാരണ മുക്കുവ ഗ്രാമം തടാകത്തിൻ്റെ ഓരം ചേർന്ന് പരന്നു കിടക്കുന്നു. മുക്കുവന്മാർ മീൻ നിറച്ച കുട്ടകൾ ഇറക്കുകയും മറ്റു ഗ്രാമങ്ങളിൽ നിന്ന് വന്നവരുമായി ഉച്ചത്തിൽ വിലപേശുകയും ചെയ്യുന്നു. ജോൺ ഒരു ചെറിയ തെരുവിൽ നിന്ന് വേഗം നടന്നു വരുന്നു. ജെയിംസും പിന്നാലെയുണ്ട്. പക്ഷേ ധൃതിയൊന്നുമില്ലാതെ ശാന്തമായാണ് നടക്കുന്നത്. പത്രോസിൻ്റെ വള്ളം അകലെ കണ്ണിൽപ്പെട്ടപ്പോൾ തന്നെ ജോൺ കൈ വായ്ക്ക് ചുറ്റും പിടിച്ച് ഉച്ചത്തിൽ വിളിക്കുന്നു. എന്തിനാണ് വിളിക്കുന്നതെന്നറിയാതെ വള്ളത്തിലുള്ളവർ ആഞ്ഞു തുഴയുന്നു. കരയ്ക്കെത്തുന്നതിന് മുമ്പ് തന്നെ മേലങ്കിയും ഉടുപ്പും ചെരുപ്പും കരയ്ക്കെറിഞ്ഞ് ജോൺ വെള്ളത്തിലേക്ക് ചാടി വള്ളത്തിൽ ചെന്ന് പിടിക്കുന്നു. നിങ്ങൾ രണ്ടാളും എന്തേ വരാത്തത്? ആൻഡ്രൂസ് ചോദിച്ചു. പത്രോസ് പിണങ്ങിയിരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ എന്താണ് ജെയിംസിൻ്റെയും എൻ്റെയും കൂടെ വരാത്തത്? ജോൺ കൊടുത്ത മറുപടി അതാണ്. ഞാൻ മീൻ പിടിക്കാൻ പോയി. വെറുതെ കളയാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ ആ മനുഷ്യൻ്റെ കൂടെ എവിടെയോ പോയി, ആൻഡ്രൂ പറയുന്നു. കൂടെ വരാൻ ഞാൻ കൈകാട്ടി വിളിച്ചല്ലോ. അത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെ. പാതിരാ വരെയും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളോട് വരാൻ പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ അവൻ തന്നെയാണോ? ആൻഡ്രൂ ചോദിക്കുന്നു. ഇത് അവൻ തന്നെ. അവനത് നിഷേധിക്കുന്നുമില്ല. മണ്ടന്മാരെ കളിപ്പിക്കാൻ ആർക്കും എന്തു വേണമെങ്കിലും പറയാം. ഇത് ആദ്യമായല്ല. പത്രോസ് പിറുപിറുക്കുന്നു. അയാൾക്കിതൊന്നും പിടിക്കുന്നില്ല. ശിമയോൻ, നീ അങ്ങനെ പറയരുത്. അത് മിശിഹായാണ്. അവന് എല്ലാം അറിയാം. അവൻ നീ പറയുന്നത് കേൾക്കുന്നുണ്ട്. ശരി ശരി, മിശിഹ. ജെയിംസിനും ആൻഡ്രൂവിനും നിനക്കും മിശിഹ പ്രത്യക്ഷനായി, അക്ഷരവൈരികളായ 3 മുക്കുവന്മാർക്ക്. എടാ ചെക്കനെ, നിന്റെ തലയ്ക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. വന്ന് കുറച്ച് പണിയെടുത്തേ. അതാണ് നല്ലത്. ഈ മുത്തശ്ശി കഥകൾ അങ്ങ് മറന്നേക്ക്. ശിമയോൻ, ഞാനൊരു കൊച്ചുകുട്ടിയല്ല. എനിക്ക് പ്രായപൂർത്തിയായി. ഭ്രാന്തല്ല, ആലോചിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അധികം സംസാരിക്കാറില്ല എന്ന് നിനക്കും അറിയാം. ദൈവത്തിൻ്റെ കുഞ്ഞാടിനോട് കൂടി മണിക്കൂറുകൾ ഞാൻ ചിലവഴിച്ചു. അവൻ പറഞ്ഞതെല്ലാം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. ഞാൻ തറപ്പിച്ചു പറയുന്നു, അവൻ മിശിഹ തന്നെയാണ്. നീ അവൻ്റെ വാക്കുകൾ കേട്ടില്ല, അതുകൊണ്ടാണ് വിശ്വസിക്കാത്തത്. നമ്മൾ ദരിദ്രരും അറിവില്ലാത്തവരുമാണ്, അല്ലേ? സ്വർഗരാജ്യത്തെപ്പറ്റിയും സമാധാനത്തിൻ്റെ രാജ്യത്തെപ്പറ്റിയും പാവങ്ങളോടും എളിയവരോടും സംസാരിക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് അവൻ പറയുന്നു. ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിലും ഈ ലോകത്തിൽ എവിടെയുമുള്ള എളിയ മനുഷ്യരുടെ അടുത്തേക്കാണ്. സമാധാനവും നിത്യജീവനും വേണമെന്നുള്ളവർ എൻ്റെ അടുത്ത് വരട്ടെ. അവൻ അങ്ങനെ പറഞ്ഞില്ലേ ജോൺ? ശാന്തനായി താഴ്ന്ന സ്വരത്തിലാണ് ജെയിംസ് ഇതെല്ലാം പറഞ്ഞത്. അങ്ങനെയാണോ അവൻ പറഞ്ഞത്? എങ്കിൽ നമ്മൾ ഉടനെ അവൻ്റെ അടുത്ത് പോകണം എന്ന് എടുത്തുചാട്ടക്കാരനായ പത്രോസ് പറഞ്ഞു. ആൻഡ്രൂ, നീ എന്തേ അവരുടെ കൂടെ അവൻ്റെ അടുത്ത് പോകാഞ്ഞത്? നീ ഒരു മഠയൻ തന്നെ. പത്രോസ് സഹോദരനെ കുറ്റപ്പെടുത്തുന്നു. ജോണിനെയും ജെയിംസിനെയും പണിക്ക് വരാൻ നിർബന്ധിക്കാത്തതിന് രാത്രി മുഴുവൻ നീ എന്നെ കുറ്റപ്പെടുത്തി. ഇപ്പോൾ നീ മറുകണ്ഠം ചാടുകയാണല്ലേ? ഞാൻ അവനെ കണ്ടില്ല, നീ കണ്ടു. അവൻ നമ്മളെപ്പോലുള്ള ഒരാളല്ല എന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. വേഗമാകട്ടെ, നമുക്കവനെ പോയി കാണണം. പത്രോസ് കൂടെയുള്ളവരെ വിളിച്ച് മീനെല്ലാം കൊണ്ടുപോയി സെബദിയെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അവരെല്ലാം വസ്ത്രം മാറി പുറപ്പെട്ടു. ഏതാനും അടി നടന്നപ്പോൾ ജോണിനെ വിളിച്ചു നിർത്തി പത്രോസ് ചോദിക്കുന്നു, അവനെല്ലാം കേൾക്കുന്നു എന്നല്ലേ നീ പറഞ്ഞത്? അതെ. ചന്ദ്രൻ ഉദിച്ചുയർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ പത്രോസ് എന്തെടുക്കുകയാവോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞു, അവൻ വല വീശുകയാണ്. നിങ്ങളില്ലാത്തതിനാൽ എല്ലാം തനിയെ ചെയ്യണം. അതവനെ ശുണ്ഠി പിടിപ്പിച്ചിരിക്കുകയാണ്. ഏറെ താമസിയാതെ വേറെ വലകൾ കൊണ്ട് വേറൊരു തരം മീനിനെ അവൻ പിടിച്ചു തുടങ്ങും എന്ന് അവൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ കർത്താവേ, അത് നേരാണ്. ഞാൻ പറഞ്ഞ മറ്റു പലതും അവൻ കേട്ടിരിക്കും. നുണ പറയുന്നവൻ എന്ന് അവനെ പച്ചയ്ക്ക് വിളിച്ചില്ലെന്ന് മാത്രം. വേണ്ട, ഞാൻ അവൻ്റെ അടുത്തേക്ക് വരുന്നില്ല. സാരമില്ല, ഈശോ നല്ലവനാണ്. നിന്റെ മനസ്സിലെ വിചാരങ്ങൾ ഈശോയ്ക്കറിയാം. ഈശോ പറഞ്ഞു, ശിമയോൻ, ആദ്യം പറയുന്ന കുത്തുവാക്കുകൾ കേട്ട് നീ വിഷമിക്കേണ്ട.
കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിയുമ്പോൾ അവൻ ഇങ്ങ് വരും. അവൻ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്, ആത്മാർത്ഥതയുള്ളവനാണ്. ഈശോ അങ്ങനെ പറഞ്ഞു. എങ്കിൽ ഞാനും വരുന്നുണ്ട്. അവനെപ്പറ്റി അറിയാവുന്നതൊക്കെ പറയൂ. പറഞ്ഞും കേട്ടും വഴി നടക്കാം. അവൻ എവിടെയാ താമസിക്കുന്നത്? ഒരു കുടിലിലാണ്. ബന്ധുക്കളുടേതാവണം. അവൻ പാവപ്പെട്ടവനാണോ? നമ്മൾ കുറച്ച് മീനും റൊട്ടിയും പഴവും കൊണ്ടുപോകേണ്ടതായിരുന്നു. പത്രോസിന് വിഷമം. ഈശോയ്ക്കൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ഗുരുദക്ഷിണയായി എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഈശോ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതാണ്, നിങ്ങൾ വലിയൊരു നിധി എനിക്ക് തരണം. പക്ഷേ ഞങ്ങൾ പാവങ്ങളാണ്. ഈശോ പറഞ്ഞു, 7 പേരുള്ള ഒരു നിധിയുണ്ട്. ഏത് പാവപ്പെട്ടവനും അത് കാണും. നിങ്ങൾ അതെനിക്ക് തരണം. സ്നേഹം, വിശ്വാസം, സന്മനസ്, ഉദ്ദേശശുദ്ധി, ഇന്ദ്രിയ നിഗ്രഹം, ആത്മാർത്ഥത, പരിത്യാഗത്തിൻ്റെ അരൂപി. എൻ്റെ അനുയായികളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ്. നമ്മുടെ യഥാർത്ഥ റബ്ബി ഇതാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹ ഇവൻ തന്നെ. ദൈവത്തിൻ്റെ വിശുദ്ധ പുരുഷൻ എന്ന് വിളിക്കാൻ ഇത്രയും മതി. നമുക്ക് പേടിക്കാതെ ഈശോയെ പോയി കാണാം, പത്രോസ് പറയുന്നു.